വാർത്തകൾ വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തായാലും AMMയിൽ ഭിന്നത ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിലും ആരോപണ വിധേയരെ തള്ളിപ്പറയാത്തതിലും ഒരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഇല്ലെന്ന ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പ്രതികരണത്തിലും അതൃപ്തിയുണ്ട്. സേഫിനിസ അലിയാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സേഫിനിസ, പകൽ പോലെ വ്യക്തമാണ് സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ളത്. വൈകിയെങ്കിലും ഇന്നലെ AMMയുടെ പ്രതികരണം ഉണ്ടാകുന്നു. സിദ്ദിഖ് ഒരു അതായത് പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം വിപരീതമായി തിരിച്ചുകൊണ്ട് കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടില്ല, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടാകുന്നേ ഇല്ല സിനിമാ മേഖലയിൽ എന്ന് പറയുന്നു. ഒരേ ഒരാൾ മാത്രമാണ്, ജഗദീഷ് മാത്രമാണ് ഇതിനെ എതിർത്ത് സംസാരിക്കുന്നതും ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി സിദ്ദിഖ് വെളിപ്പെടുത്തുകയാണ്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നിലപാട് മയപ്പെടുത്തിയുള്ളൊരു പ്രതികരണമാണ് AMMയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടാകുന്നത്. ഒപ്പം ഭിന്നതയും രൂക്ഷമാണ് ഈ സംഘടനയ്ക്കുള്ളിൽ. തീർച്ചയായും ഇപ്പോൾ AMMയ്ക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ ഇവരുടെ പ്രതികരണവും നിലപാടും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുവാനായി. ഈ AMMയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ജഗദീഷും ഇന്നലെ പ്രതികരണം നടത്തിയിരുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പ്രതികരണവും പുറത്തു വന്നിരുന്നു. ഇതിൽ പ്രധാനമായി നമ്മൾ എടുത്തു കാണേണ്ടത് ജനറൽ സെക്രട്ടറിയുടെയും വൈസ് പ്രസിഡന്റിന്റെയും പ്രതികരണങ്ങളാണ്. ജനറൽ സെക്രട്ടറി ആദ്യം പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, അത്തരം പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കണം, പക്ഷേ അങ്ങനെ ഒരു ജോലി ചെയ്യാൻ കഴിയാത്ത തൊഴിലിടമാണ് ഈ മലയാള സിനിമ എന്ന് തനിക്ക് അഭിപ്രായമില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, അതിൽ നടപടി വേണം. ആരെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതി മലയാള സിനിമയിൽ ഇല്ല എന്നൊക്കെയായിരുന്നു ഈ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് വാദിച്ചത്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരസ്യമായി തള്ളി പറയുന്നില്ലെങ്കിൽ പോലും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ചില കാര്യങ്ങളിൽ വസ്തുതയില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഇന്നലെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ ഇതിനെ തീർത്തും ഖണ്ഡിച്ചുകൊണ്ടാണ് തൊട്ടു പിന്നാലെ തന്നെ ഈ AMMയുടെ വൈസ് പ്രസിഡന്റായ ജഗദീഷ് രംഗത്തെത്തിയത്. ജഗദീഷ് പറഞ്ഞെന്താണ്, ഈ ഇങ്ങനെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാകാം ഈ തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരിക്കുന്നത്. ഒരു ജസ്റ്റിസ് എടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്ന പരാതികളാണിത്, അതൊരിക്കലും വസ്തുതാവിരുദ്ധമാകാൻ ഇടയില്ല. എന്തായാലും അതിൽ അന്വേഷണം വേണം. ഒപ്പം തന്നെ ഈ മലയാള സിനിമയിൽ ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അത് മാറുകയും വേണം. പക്ഷേ ഈ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന തരത്തിലൊന്നും താൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു മാഫിയയ്ക്ക് കീഴടക്കാൻ കഴിയുന്നൊന്നുമല്ല മലയാള സിനിമ. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം വേണം. ഈ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ശരിയല്ല എന്നും ജഗദീഷ് പറയുന്നുണ്ടായിരുന്നു. ഈ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ അഭിപ്രായങ്ങളെ തീർത്തും ഖണ്ഡിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഈ ജഗദീഷ് നടത്തിയത്. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ആദ്യം തന്നെ പറയുന്നുണ്ട് AMMയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വൈകിപ്പോയി, ഇത്രയും വൈകാൻ പാടില്ലായിരുന്നു എന്നും. അതായത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന 5-ാം ദിവസം മാത്രമാണ് AMMയുടെ ഭാരവാഹികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നത്. ഇന്നലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആദ്യം പ്രതികരിച്ചു. അതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി സംസാരിക്കാമെന്ന് പറഞ്ഞത്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആദ്യം പ്രതികരണം നടത്തിയപ്പോൾ പോലും ജയൻ ചേർത്തലയാണെങ്കിലും അൻസിബ ഹസനൊക്കെ ആണെങ്കിൽ പോലും നമ്മളോട് ഇന്നലെ ലൈവിൽ വന്ന് ഈ വിഷയങ്ങളെ പറ്റി പറയുമ്പോൾ പോലും അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞത്. അതിനുശേഷമാണ് ജനറൽ സെക്രട്ടറി AMMയുടെ ഔദ്യോഗികമായ പ്രതികരണം എന്ന പേരിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ പോലും ആ വേദിയിൽ പോലും എക്സിക്യൂട്ടീവ് അംഗമായിരിക്കുന്ന ജോമോൾ എന്ന് പറയുന്നത് AMMയിൽ ഒരു മത്സരിച്ച് വിജയിച്ചു വന്ന എക്സിക്യൂട്ടീവ് അംഗമൊന്നും ആയിരുന്നില്ല. ഈ കഴിഞ്ഞ പ്രതിരോധത്തിലാണ്. ഇതൊക്കെ ഇന്നിപ്പോൾ പ്രതികരണങ്ങൾ കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ വാർത്തയിലേക്ക് നമുക്ക് അതിനനുസരിച്ച് എത്താം. മറ്റു പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്.